പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ ദിവസം കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെ ഇറാൻ ശക്തമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളാണ് നടത്തിയത്. സംഭവത്തിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ കുവൈറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും 3 ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു എന്ന പ്രാഥമിക വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ മാരകമായ ഡ്രോൺ ആക്രമണത്തിന് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു കുവൈറ്റ് അധികൃതർ തന്നെ പുറത്തുവിട്ടത്. ഒരു ഇന്ത്യൻ പൗരന്റെ ദാരുണ മരണത്തിന് ഇടയാക്കുകയും കുവൈറ്റിൽ അവിടെ കുറഞ്ഞത് 63 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത വലിയൊരു സൈനിക അധിനിവേശത്തിന്റെ ആദ്യ നിമിഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ശത്രുതാപരമായ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ നടത്തിയ ഈ ക്രൂരമായ അധിനിവേശത്തിന്റെ ആക്രമണം, അത്തരത്തിൽ വലിയ രീതിയിൽ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയുള്ള ദൃശ്യങ്ങളാണ് കുവൈറ്റ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ ഔദ്യോഗികമായി തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് ശക്തമായ ആക്രമണത്തിൽ വിമാനത്താവളത്തിലെ വിവിധ സുരക്ഷാ സജ്ജീകരണങ്ങൾക്കും കേടുപാടുകൾക്ക് പുറമെ തന്നെ ആ പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന ചില നയതന്ത്ര കാര്യാലയങ്ങൾക്ക് പോലും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പരിക്കേറ്റ 63 ആളുകളിൽ അവർ വിമാനത്താവള ജീവനക്കാരും സാധാരണ യാത്രക്കാരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് രാജ്യത്തെ ആരോഗ്യ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. അതേസമയം ആക്രമണത്തിന് ഉത്തരവാദി ഇറാനാണ് എന്ന കുവൈറ്റിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. വിമാനത്താവളത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് കാരണം ഇറാന്റെ ഡ്രോണുകളോ മിസൈലുകളോ അല്ല എന്നും മറിച്ച് അമേരിക്കയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു പെഡട്രേറ്റ് മിസൈലാണ് അവിടെ പതിച്ചതെന്നതുമാണ് ഇറാനിയൻ മാധ്യമങ്ങൾ ഇപ്പോൾ IRGC ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആക്രമണത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചുള്ള തർക്കം കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. അതേസമയം അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ മറ്റൊരു വിശദീകരണമാണ് ഇതിനായി തന്നെ നൽകുന്നത്. കുവൈറ്റിലേക്ക് തൊടുത്തുവിട്ടെന്നതായി തന്നെ പറയപ്പെടുന്ന ഇറാന്റെ ചില മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപേ തന്നെ തകരുകയോ വഴിമധ്യേ തന്നെ അത് വേർപിരിക്കുകയോ ചെയ്തു എന്നതാണ് US സൈനികരുടെ വിലയിരുത്തൽ. ചില ബാലിസ്റ്റിക് മിസൈലുകൾ നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ എത്താൻ പരാജയപ്പെട്ടതായും അവർ അവകാശപ്പെടുന്നുണ്ട്. ഇതിനിടെ തന്നെ മേഖലയിൽ നിലവിലുള്ള വെടിനിർത്തൽ കരാർ ഗുരുതര സമ്മർദ്ദം നേരിടുകയാണ് എന്നും അമേരിക്കയും ഇറാനും തമ്മിൽ ബുധനാഴ്ച നടന്ന പുതിയ സൈനിക നീക്കങ്ങൾ പശ്ചിമേഷ്യയെ വീണ്ടും വലിയ ഏറ്റുമുട്ടലിന്റെ വക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്നതാണ് വിലയിരുത്തൽ. അതേപോലെ തന്നെ കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ ആകട്ടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. അതിന് മറുപടിയായി തന്നെ ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള തന്ത്രപ്രധാന മേഖലകളിലും അവിടെ കേശം ദ്വീപിന് സമീപത്തുള്ള സൈനിക സംവിധാനങ്ങൾക്കും നേരെ അമേരിക്ക ആക്രമണം നടത്തിയതായും വിവരങ്ങൾ പുറത്തുവരുന്നു. ലോക എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന കവാടമായ ഹോർമൂസിൽ വീണ്ടും അന്താരാഷ്ട്ര ശ്രദ്ധാകേന്ദ്രമായി ഇത് മാറുകയാണ്. ഹോർമൂസ് വഴി നടക്കുന്ന കപ്പൽ ഗതാഗതം സാധാരണ നിലയിലേക്ക് എത്താൻ അമേരിക്കയും സഖ്യരാജ്യങ്ങളും ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ആക്രമണം തുടരുന്നത്. രാഷ്ട്രീയ സൈനിക നിരീക്ഷകരുടെ വിലയിരുത്തൽ പ്രകാരം വെടിനിർത്തൽ കരാർ ഔദ്യോഗികമായി തന്നെ നിലനിന്നിട്ടുണ്ടെങ്കിൽ പോലും അവിടെ നിലത്തുള്ള യഥാർത്ഥ കാര്യങ്ങൾ അവിടെ വ്യത്യസ്തമായി തന്നെയാണ് ഉയരുന്നത്. പരസ്പര ആക്രമണങ്ങളും ആരോപണങ്ങളും തുടരുന്നതിനാൽ തന്നെ ഏത് നിമിഷവും സംഘർഷം കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ വർദ്ധിച്ചു വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.